ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ കിച്ചനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. എന്തിനാ ഒരു കിച്ചൺ ഇത്രയ്ക്ക് പരിചയപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു 30 വർഷത്തോളം ആയിട്ട് ഞങ്ങൾ ഈ വീട് പണിതിട്ട് കേട്ടോ. അപ്പോൾ ഈ വീട് പണിതപ്പോൾ ഞങ്ങളുടെ ഈ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ വീട് പണിയുമ്പം അടുപ്പെല്ലാം അകത്ത് തന്നെയല്ലേ ഉണ്ടാവുക. അപ്പം ഈ സ്ലാബിലായിരുന്നു ഞങ്ങളുടെ അടുപ്പ് ആദ്യം ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ വിറക് കത്തിക്കുന്ന അടുപ്പ്, അതിൻ്റെ താഴെ ഈ വിറകിടാനുള്ള സൗകര്യമൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആ അടുപ്പിൻ്റെ ഭാഗമെല്ലാം വലിയ സ്ലാബ് 2 എണ്ണം വാർത്തിട്ടാണ് അതിൽ അടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ അടുപ്പെല്ലാം മാറ്റി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾ അതിൻ്റെ വർക്കെല്ലാം ഒന്ന് മാറ്റിയെടുത്ത് ഇപ്പോൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള കിച്ചണാക്കി മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വീടിനകത്ത് തന്നെ ചിമ്മിനിയൊക്കെ ഉള്ളത്. ഇപ്പം വിറക് കത്തിക്കുന്ന അടുപ്പാകുമ്പോൾ നമുക്ക് മേളിൽ ചിമ്മിനിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ചിമ്മിനിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ അടുക്കള പണിതിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഞങ്ങളിത് ഒന്ന് മാറ്റി സെറ്റ് ചെയ്തത്. അപ്പോൾ അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ എന്താ പറയുക, ഓരോരുത്തരുടെയും ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും ഞങ്ങൾ ഓരോരുത്തരുടെയും കരസ്പർശം ഏറ്റുണ്ടായതാണ്. ഒരു 30 വർഷത്തോളമായി നമ്മൾ ഈ വീട് പണിതിട്ട്. അപ്പം ഇന്നത്തെ രീതിയിലുള്ള ഒരു കിച്ചണാക്കി ഞങ്ങൾ വീണ്ടും മാറ്റിയിരിക്കുകയാണ്. അപ്പം ഇവിടെ എല്ലാം ഷെൽഫുകളും അതിനനുസരിച്ചുള്ള താഴെ പാത്രങ്ങളും മറ്റുമൊക്കെ വെക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി ആ പഴയ രീതിയിലുള്ള കിച്ചണിൽ നിന്ന് ഒന്ന് മാറ്റി പുതിയതാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഷെൽഫെല്ലാം നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ അതിലെല്ലാം ഗ്ലാസ് എല്ലാം വെച്ചത് ഇപ്പോൾ ഈ അടുത്താണ് കേട്ടോ. അതുകൂടാതെ വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പുറത്താണ്, ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്ലോറെല്ലാം ബ്ലാക്ക് ഓക്സൈഡ് ആയിരുന്നു കേട്ടോ. അറിയാമല്ലോ, പണ്ടെല്ലാം കിച്ചണും അല്ലെങ്കിൽ നമ്മുടെ തറയെല്ലാം റെഡ് ഓക്സൈഡോ ബ്ലാക്ക് ഓക്സൈഡോ ഒക്കെ അല്ലേ എല്ലാവരും ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ അതും മാറ്റി ഒന്ന് ടൈലിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പിങ്ക് കളർ വരുന്ന ടൈലാണ് ഇട്ടിരിക്കുന്നത്. കിച്ചണിൽ മാത്രമല്ല നമുക്കിവിടെ വർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ വർക്ക് ഏരിയ അല്ല, സ്റ്റോർ റൂമുണ്ട്. സ്റ്റോർ റൂമിലും അതുപോലെ തന്നെ ഞങ്ങൾ ഈ ടൈലെല്ലാം ഇട്ട് വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുകൂടാതെ ഞങ്ങൾക്ക് പുറത്ത് വേറൊരു കിച്ചണും കൂടി ഉണ്ട് കേട്ടോ. കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു വർക്ക് ഏരിയ പോലെ. അപ്പം ഇതും ഈ കാണുന്ന രീതിയിൽ ഇന്ന് പെട്ടെന്നായതല്ല കേട്ടോ. ഒരുപാട് വർഷങ്ങളെടുത്തിട്ടാണ് ഇന്നത്തെ രീതിയിലേക്ക് മാറിയത്. ആദ്യം ഇതൊരു മുറ്റമായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു മുറ്റമായിരുന്നു. ആ മുറ്റത്ത് ഞങ്ങൾ ആദ്യം മണലിട്ടു, പിന്നെ ഇഷ്ടികയിട്ടു, പിന്നെ കോൺക്രീറ്റ് ചെയ്തു. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് പല വർക്കുകൾ ചെയ്തു. പിന്നെ ഇവിടെ മുഴുവൻ കണ്ടു ഗ്രില്ലിട്ടിരിക്കുവാണ്, ഫുൾ ഗ്രില്ലിട്ടിരിക്കുവാണ്. അതായത് ഈ പട്ടിയും പൂച്ചയൊക്കെ വന്ന് ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട് ഗ്രില്ലിട്ട് അടച്ചിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവിടെയും കംപ്ലീറ്റ് ടൈലിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കിച്ചണിൽ കണ്ട അതേ ടൈല് തന്നെ ഇവിടെയും വിരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കിച്ചണിൽ നിന്ന് എടുത്ത സ്ലാബാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് കേട്ടോ. ഈ സ്ലാബ് കണ്ടോ, ഈ സ്ലാബ് നമ്മൾ കിച്ചണിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ ഇവിടെ നന്നായിട്ട് നമുക്ക് കുറച്ചും കൂടി വിശാലമായ വർക്ക് ചെയ്യാനും, അതുപോലെ പുകയടുപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുകയടുപ്പിൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനും, വിറകൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വിറകൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ പുകയടുപ്പ് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇവിടെ പുറത്ത് വേറൊരു അടുപ്പ് വെച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ കിച്ചണിനകത്തുള്ള അടുപ്പ് മാറ്റിയല്ലോ, അപ്പം വിറക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ ഒന്ന് സംവിധാനം ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇന്ന് കാണുന്ന രീതിയിലോട്ട് ഇത് മാറിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു ഡിവിഷൻ വെച്ചിട്ടുണ്ട്. ഇതിന് പുറത്ത് നമുക്ക് കയറി ചെന്നാൽ ഇവിടെ വാഷിംഗ് മെഷീനുണ്ട്, പിന്നെ ഡ്രസ്സ് തോരാനിടാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ ഓൾറെഡി ഉള്ളത് തന്നെ. അതിലൊക്കെ ടൈലൊക്കെ ഇട്ട് വിരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടൈല് വിരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതാ പുറത്തോട്ടുള്ളൊരു സംവിധാനമാണിത്. നമ്മൾ പുറത്തോട്ടുള്ള ഡോറ് തുറക്കാൻ അവിടെ നമുക്ക് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു വീടിൻ്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡ് കേട്ടോ ഇത്. പിന്നെ ബാക്ക് സൈഡിലാണ് ഈ ഗ്രില്ലിട്ട ഡോറൊക്കെ ഉള്ളത്. ഇതങ്ങ് തുറന്നു കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഈ സൈഡിലൂടെ വീടിൻ്റെ മറു സൈഡിൽ മറ്റൊരു ഭാഗത്തേക്ക് ഇറങ്ങാൻ കഴിയും. ഞാൻ അന്ന് ഒരു ഓണത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കറിവേപ്പില പൊട്ടിക്കണൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതെല്ലാം ഈ കറിവേപ്പില ചെടിയിൽ നിന്നാണ് പൊട്ടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിലേ പോയാൽ നമുക്ക് ഫ്രണ്ടിലെത്തും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ പുതിയ കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം പെട്ടെന്ന് ഒരു ദിവസം നമുക്കൊന്നും എല്ലാം ആയിത്തീരില്ലല്ലോ. ഒരുപാട് വർഷങ്ങളെടുത്ത് ആണ് നമ്മൾ ഇരുന്ന ശേഷം പല രൂപത്തിലും പലതും മാറ്റിയെടുക്കാൻ കഴിയുക. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. അല്ലാതെ പെട്ടെന്നൊരു ദിവസം തന്നെ നമുക്ക് എല്ലാം ആയിത്തീരണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം
നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് നമ്മുടെ ബുദ്ധിയും കഴിവും വിവേകവും എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. പിന്നെ ഉള്ളതിൽ സംതൃപ്തരായിരിക്കുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിത് പുതുതായി ഉണ്ടാക്കിയ ഈ കിച്ചണും വർക്ക് ഏരിയയൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.